ഹേ ഗായ്സ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ലാസർസ് എന്ന ആനിമി സീരീസിന്റെ ഒന്നാം സീസണിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിലോട്ട് പോകുന്ന മുമ്പേ നിങ്ങൾ ഇതിനു മുന്നത്തെ എപ്പിസോഡിൽ കണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ലാസറസ് എപ്പിസോഡിൽ ബ്ലാക്ക് ഹാർട്ട് കമന്റ് എന്ന് പറയാൻ സ്ക്രീനിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഹാർട്ട് കമന്റ് ഇട്ടവരെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും താഴ്ന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലാസറസ് ടീം ഹൈഡൌട്ടിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ആക്സൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ 909 എന്ന ഹാക്കറിന്റെ കയ്യിൽ നിന്ന് ഡെൽറ്റ മെഡിസിനിന്റെ ഒരു ഡാറ്റ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ലാസറസ് ടീം ആ ഒരു ഡാറ്റ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവർക്കാണെങ്കിൽ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ലഭിക്കുന്നുണ്ട്. അതെന്താണെന്നോ എന്തിന്റെ ആണെന്നോ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ശേഷം നമ്മളെ എലേനക്കാണെങ്കിൽ ഡെൽറ്റ മെഡിസിനൽ എന്ന കമ്പനിയിലെ ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഒരു പബ്ലിക് ആയിട്ടുള്ള മ്യൂസിക് ബേസ്ഡ് വെബ്സൈറ്റിൽ കുറെ ഓഡിയോ ഫയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്തൊക്കെ നമ്മുടെ എലേനക്ക് കുറെ വിയേർഡ് ആയിട്ടുള്ള ഓഡിയോസ് കേൾക്കുന്നുണ്ട്. ആ ഒരു ഓഡിയോസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് കേട്ടപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും നല്ല വീടായിട്ട് തോന്നിയെങ്കിലും നമ്മുടെ ഡഗ്ലസ് ആ ഒരു ഓഡിയോ ഇമേജ് ഫയലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറയാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്ക് കുറെ ഡാറ്റാസ് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഡാറ്റാസ് കണ്ടപ്പോൾ തന്നെ നമ്മളെ ഹേർഷ് പറയുന്നുണ്ട് ഇത് ഹാപ്നയുടെ ക്ലിനിക്കൽ ടെസ്റ്റ് ആണ്. അതായത് ഹാപ്ന എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡാറ്റയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ എന്തുകൊണ്ടാണ് പബ്ലിക് ബേസ്ഡ് ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് എന്ന് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണ്. അതിന് നമ്മളെ ക്രിസ് മറുപടി നൽകുന്നുണ്ട്. ചിലപ്പോൾ ഇവർക്ക് ഈ ഡാറ്റാസ് ഒക്കെ ഡോക്ടർ സ്കിന്നറിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പബ്ലിക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് മാത്രമല്ല ഡെൽറ്റ മെഡിസിനൽ എന്ന കമ്പനിയും പിന്നെ ഡോക്ടർ സ്കിന്നറും ചേർന്നിട്ടായിരിക്കും ഹാപ്ന ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഒരു ഹാപ്ന ഉണ്ടാക്കിയത് എന്നുള്ള ഡാറ്റ കിട്ടുന്നത്? ഇതിനൊക്കെ നമ്മൾ ആക്സിൽ മറുപടി നൽകുന്നുണ്ട്. ഇതിനൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡെൽറ്റ മെഡിസിനിലെ ബോസിനെ പോയി കാണുക, എന്നിട്ട് അവൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കുക. ആ ഒരു പ്ലാൻ തന്നെയാണ് നമ്മൾ ലാസറസ് ടീം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ ഡെൽറ്റ മെഡിസിനിലെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനി എങ്ങനെയാണ് ഉള്ളിലോട്ട് കിടക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ടീം കുറെ തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കൊണ്ട് വർക്കാവുന്നില്ല. അത് കാരണം തന്നെ നമ്മളെ ആക്സിൽ ആണെങ്കിൽ ഒരു കൂസലില്ലാണ്ട് ഡയറക്റ്റ് ഡെൽറ്റ മെഡിസിനിന്റെ മെയിൻ ഡോർ വഴി ഒരു പേടിലാണ് കയറി പോവാണ്. എന്നിട്ട് അവന്റെ കൈമുണ്ടായിരുന്ന ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്തപ്പോൾ അവനാണെങ്കിൽ എൻട്രി ലഭിക്കുന്നുണ്ട്. ആക്സലിനെ അവനെ ചുറ്റോടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് ശ്രദ്ധിക്കുന്നുണ്ട്. അവനാണെങ്കിലോ അവരെ മൈൻഡ് ചെയ്യാൻ ഒരു എസ്കലേറ്ററിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവനെ പിന്തുടർന്ന് കുറെ സെക്യൂരിറ്റീസ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവന്റെ ഒപ്പം തന്നെ ആ ഒരു എസ്കലേറ്ററിൽ കയറുന്നുണ്ട്. അങ്ങനെ ആ ഒരു എസ്കലേറ്ററിന്റെ ഡോർ ക്ലോസ് ചെയ്തതിനു ശേഷം പിന്നെ അവിടെ നടക്കുന്ന ഒരു കിട്ടിലൻ ഫൈറ്റ് തന്നെയാണ്. ആക്സൽ സാധാരണ ഇവരൊക്കെ ഈസി ആയിട്ടാണ് ഡിഫീറ്റ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സെക്യൂരിറ്റീസ് നമ്മുടെ ആക്സലിനെ കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അവൻ അത്രയും പെട്ടെന്നൊന്നും അവരെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്നിട്ട് നമ്മൾ ആക്സൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെക്യൂരിറ്റീസിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു കോളർ ഇല്ലേ, അതും പിടിച്ച് വലിച്ചിട്ടാണ് അവരെ ഡിഫീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആക്സൽ ആണെങ്കിൽ ആ എസ്കലേറ്ററിന്റെ ഡോർ അടച്ചപ്പോൾ കൂളായിട്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റീസിനൊക്കെ ഡിഫീറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആക്സൽ ആണെങ്കിൽ ഈ ഒരു ഡെൽറ്റ മെഡിസിനിൽ കണ്ടുപിടിച്ച അതിന്റെ ഓണറിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ഓണറിന്റെ അടുത്ത് വന്നിട്ട് എല്ലാ സെക്യൂരിറ്റീസും ഷട്ട് ഡൗൺ ചെയ്യാൻ പറയാണ്. ആദ്യം അയാൾ വിസമ്മതിച്ചെങ്കിലും പിന്നീട് അത് സമ്മതിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആക്സൽ ആണെങ്കിൽ അവന്റെ ഫോണിൽ നിന്ന് ഡെൽറ്റ മെഡിസിനിലെ ഒരു വർക്കർ ഒരു മ്യൂസിക് ബേസ്ഡ് പബ്ലിക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഓഡിയോ ഫയൽസിന്റെ ഇമേജ് ഫയൽ എടുത്തിട്ട് നമ്മളെ ഡെൽറ്റ മെഡിസിനിന്റെ ഓണറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാണ്. ഇതൊക്കെ എങ്ങനെ നിനക്ക് കിട്ടിയത്? അപ്പോഴേക്കും നമ്മളെ ബാക്കിയുള്ള മെമ്പേഴ്സും ആ ഒരു റൂമിലുണ്ടായിരുന്ന ഒരു TV തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഓണറിന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് തന്നെ അതിന്റെ ഉത്തരം അറിയാലോ, നീ തന്നെയല്ലേ പബ്ലിക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. എന്നിട്ട് ആ ഒരു ഓണർ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ശരിക്കും ആരാ? നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ഞങ്ങളാണ് സൂപ്പർ ഹീറോസ്. നീ ഞങ്ങൾക്ക് ഡോക്ടർ സ്കിന്നർ എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരാണ് ആകെ സാഡ് ആവുന്നുണ്ട്. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും കഷ്ടപ്പെടുന്നത്. ഞങ്ങൾ ഹാപ്പിനുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് മങ്കീസിന്റെ മേലെ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മങ്കീസ് എല്ലാവരും ഇപ്പോൾ ചത്തിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ കണ്ണുകൾ കുറെ വിയേർഡ് ആയിട്ടുള്ള പാറ്റേൺസ് കൊണ്ട് നിറഞ്ഞതായിരുന്നു. നമുക്ക് ഹാപ്പിനൊക്കെ ക്യൂർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്മാരായിരിക്കും ആ ഒരു അവസ്ഥയിലൂടെ ഇനി കടന്നു പോകാൻ പോകുന്നത് എന്നും പറഞ്ഞ് അയാളാണെങ്കിൽ സാഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളെ ആക്സൽ പറയാണ് എനിക്ക് ഡോക്ടർ സ്കിന്നറിനെ തേടി മടുത്ത്, ഇനി അവൻ നമ്മളെ തേടി വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഡെൽറ്റ മെഡിസിനിലെ ഇമേജ് യൂസ് ചെയ്തിട്ട് ഹാപ്പിനൊക്കെ ഒരു ക്യൂർ കണ്ടുപിടിച്ച് എന്നും പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് പടർത്തിവിടും. അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ സ്കിന്നർ ചിലപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്യും എന്നാണ് ഇവരുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഡെൽറ്റ മെഡിസിനലിന്റെ ഒരു ബിൽഡിംഗ് യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു സെറമണി പോലെ നടത്തുന്നുണ്ട്. ഒരു വലിയ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. ഇവര് ഹാപ്പിനൊക്കെ ക്യൂർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ജസ്റ്റ് സെയിലിൻ സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മളെ മനുഷ്യന്മാരെ ബോഡിക്ക് ഒരു കുഴപ്പമില്ലാത്ത എന്നാൽ അത് ഇഞ്ചെക്ട് ചെയ്ത നല്ലതുമായിട്ടുള്ള ഒരു സാധനമാണ്. അത് കാരണം തന്നെ ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ട് ചെയ്താൽ പോലും ഒരു കുഴപ്പം പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ല ആരെങ്കിലും നമ്മുടെ ടീമിന്റെ കണ്ണു വെട്ടിച്ച് ഈ ഒരു സാധനം എടുത്തുകൊണ്ടുവാണെങ്കിൽ ഇതിന് മേലെ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു GPS ട്രാക്കർ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന്റെയൊക്കെ മേലെ ഇവർക്ക് നല്ല കൺട്രോൾ ഉണ്ട്. പിന്നെ
ഡെൽറ്റ മെഡിസിനലിന്റെ പേരിൽ നടത്തുന്ന കാരണം തന്നെ നല്ല രീതിക്ക് തന്നെ സക്സസ് റേറ്റും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ലാലന്റ് ഹേഴ്സിന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡോക്ടർ സ്കിന്നർ ശരിക്കും നമ്മളെ അടുത്ത് കോൺടാക്ട് ചെയ്തെന്ന് വിചാരിക്കുക, എന്നിട്ട് ഇത് ഫേക്ക് ആണെന്ന് അറിയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതിന് ഹേഴ്സ് മറുപടി നൽകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മളെ എലേന അവളുടെ ഹാക്കിംഗ് സ്കിൽസ് യൂസ് ചെയ്തിട്ട് ഡോക്ടർ സ്കിന്നറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ആരൊക്കെയാണോ പുറത്തുനിന്നുള്ളിലെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് അവരുടെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് നമ്മളെ എലേനയുടെ പണിയാണ്. അത് മാത്രമല്ല വയർലെസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടും പുറത്ത് നിന്ന് ഉള്ളിലെ കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ല. ഇവർക്ക് എലേനയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വയറുള്ള ഫോണാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹാപ്നക്ക് ക്യൂർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് കണ്ടിട്ട് കുറെ ആൾക്കാർ തന്നെ ഡെൽറ്റ മെഡിസിനിലെ ഈ ഒരു സെറമണിയിൽ പങ്കെടുക്കാൻ ക്യൂ ആയിട്ട് വരുന്നുണ്ട്. അവിടേക്ക് വരുന്ന എല്ലാ ആൾക്കാരുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് മാത്രമേ ഉള്ളിലോട്ട് കടത്തി വിടുന്നുള്ളൂ. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു പരിപാടിയോടെ തുടങ്ങാണ്. സംഗതി സ്റ്റാർട്ടായപ്പോൾ തന്നെ പുറത്തുനിന്ന് ആരോ ഉള്ളിലത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ എലേനക്ക് കിട്ടുന്നുണ്ട്. ഇതേസമയം എലേന ഹാക്ക് ചെയ്യുന്ന ആളെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേനും ആ ഒരു ഹാക്കറിന് ഉള്ളിലെ ആക്സസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളിലെ ഇലക്ട്രിസിറ്റിയും പിന്നെ കറണ്ടിന്റെ കൺട്രോളൊക്കെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മളെ എലേന എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്കത് തിരിച്ച് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ എലേന ആണെങ്കിൽ ലാലന്റിനെ വിളിച്ചിട്ട് ബ്രേക്കറിനും എല്ലാം കേടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. ലാലന്റ് ആണെങ്കിൽ ബ്രേക്കറിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് മറുപടി നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവര് ഹാപ്നക്ക് ക്യൂറാന്ന് പറഞ്ഞ വെച്ച ആ ഒരു സെയിലിംഗ് സൊല്യൂഷൻ ഒരാൾ വന്നിട്ട് തന്റെ ബോഡിയിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയാളാണെങ്കിൽ പൊട്ടിച്ചിരിച്ചിട്ട് ഇനി ഞാൻ രക്ഷപ്പെട്ടു, ഞാനിനി ഹാപ്ന കാരണം മരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നല്ല സന്തോഷത്തിൽ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മൾ ഡഗ്ലസ് അയാളോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ നിന്റെ ബോഡിയിലോട്ട് ഇൻജെക്ട് ചെയ്തത് അത് ഹാപ്നക്കുള്ള ക്യൂറൊന്നുമല്ല, അത് ജസ്റ്റ് സെയിലിംഗ് സൊല്യൂഷൻ മാത്രമാണ്. ഇത് കേട്ടപ്പോൾ അയാൾക്ക് താൻ മൂഞ്ചിന്ന് തിരിച്ചറിയാണ്. ശേഷം ആരാണ് ഹാക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചിരുന്നുണ്ട്. അത് മറ്റൊരായിരുന്നില്ല, പോപ്കോൺ വിസാർഡ് ആയിരുന്നു. അപ്പൊ പോപ്കോൺ വിസാർഡിന്റെ ഐഡന്റിറ്റി ഒരു വുമൺ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം നമ്മളെ എലൈനക്കാണെങ്കിൽ എങ്ങനെ നോക്കിയിട്ടും ഒരു ക്ലൂ കിട്ടുന്നില്ല. അപ്പോഴാണ് അവളുടെ ഡിവൈസിൽ 50 പ്ലേസിൽ നിന്ന് ആൾക്കാർ ഹാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, ഇവരുടെ ടോട്ടൽ 50 സെക്യൂരിറ്റീസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു 50 സെക്യൂരിറ്റീസിന്റെയും ആ ഒരു വാക്കി ടോക്കി ഇല്ലേ, അതായത് അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പോപ്കോൺ വിസാർഡ് അത് ഹാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഡെൽറ്റ മെഡിസിനിലെ എല്ലാ സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുന്നത്. അത് കാരണം എല്ലാ സെക്യൂരിറ്റീസും അവരുടെ വാക്കി ടോക്കി ഓഫ് ആക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ നല്ല ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ ഹാപ്നയുടെ ക്യൂറിന് വേണ്ടി വന്നിട്ട് ഇവിടെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഒരു ക്യൂറും ഇല്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇതേ സമയം പോപ്കോൺ വിസാർഡ് ആണെങ്കിൽ എന്റെ വണ്ടി എടുത്തിട്ട് എവിടേക്കോ ആയിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മൾ എലൈനക്ക് പോപ്കോൺ വിസാർഡിന്റെ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പോപ്കോൺ വിസാർഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ആൾക്കാർ നടത്തുന്ന ഈ ഒരു ഹാപ്നയുടെ ഈ ഒരു ക്യൂറ് അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് സ്വാഭാവികമായിട്ടും അത് ഫേക്ക് ആണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. അത് ഫേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവൾക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് തന്റെ ലൊക്കേഷൻ ഇപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അത് കാരണം തന്നെ പോപ്കോൺ വിസാർഡ് തന്റെ ലാപ്ടോപ്പ് അവിടെ ഉപേക്ഷിക്കുകയാണ്. അതായത് അവൾ പോയിക്കൊണ്ടിരുന്ന മലയുടെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇട്ടാണ്. അത് കാരണം തന്നെ നമ്മൾ എലൈനക്ക് പിന്നെ പോപ്കോൺ വിസാർഡിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അതിനുശേഷം അവർക്ക് മനസ്സിലാവാണ് ഇതിൽ നിന്ന് എന്തായാലും ഡോക്ടർ സ്കിന്നറിന്റെ അറ്റൻഷൻ ഒന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഈ ഒരു പ്ലാനും ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ എലൈനക്ക് ഒരു കോൾ വരുന്നത്. അത് മറ്റാരുന്നില്ല, നമ്മളെ പോപ്കോൺ വിസാർഡ് ആയിരുന്നു. നമ്മളെ എലൈന ആണെങ്കിൽ ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളാണ് എന്നെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്നത്, അത് കാരണം നീ ഒരു സംഭവം തന്നെയാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. അത് മാത്രമല്ല ജോണി റോട്ടനാണ് എന്റെ സൂപ്പർ ഹീറോ എന്നും പറഞ്ഞ് പോപ്കോൺ വിസാർഡ് ആ ഒരു കോൾ കട്ട് ചെയ്യാണ്. പോപ്കോൺ വിസാർഡ് ആ ഒരു കോൾ കട്ട് ചെയ്തപ്പോൾ നമ്മളെ എലൈനക്ക് നന്നായിട്ട് തന്നെ നിരാശ തോന്നുന്നുണ്ട്. അതിനുശേഷം പോപ്കോൺ വിസാർഡ് തന്റെ വണ്ടിയിൽ എങ്ങോട്ടോ പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമ്മുടെ ലാസറസ് ടീം എന്നൊരു നല്ല പ്ലാൻ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തെങ്കിലും ഡോക്ടർ സ്കിന്നറിനെ പറ്റി ഇവർക്ക് ഒരു ലീഡ് പോലും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടർ സ്കിന്നറിനെ കണ്ടുപിടിക്കാൻ വെറും 21 ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇവരിനി എങ്ങനെയായിരിക്കും ഡോക്ടർ സ്കിന്നറിനെ കണ്ടുപിടിക്കാൻ പോവുക എന്നുള്ള ഒരു സസ്പെൻസോട് കാണിച്ചിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.